ഹായ് അമ്മേ, കല്യാണത്തിന് പോകാൻ റെഡിയായോ? ആ ജോണും ജെയിംസും എത്തിയോ? ഞാൻ റെഡി. ഇമ്മാനുവൽ എവിടെ? അവൻ അകത്തിരുന്ന് ഭയങ്കര വർക്കില്ല. എന്തോ വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിളിക്കാം. മോനെ, ദേ ജോണും ജെയിംസും വന്നിരിക്കുന്നു. ആ പണി ഒന്ന് അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു അമ്മേ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്തിന് അമ്മ ഇത് എങ്ങോട്ടാ ഇത്ര ഗെറ്റപ്പിൽ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എലിസബത്തിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോണമെന്ന്. ഏത് എലിസബത്ത്? നമ്മുടെ അവറാച്ചൻ കൊച്ചപ്പൻ്റെ മരുമോള് റെബേക്കയുടെ അമ്മായിയുടെ മൂത്ത മോൾ എലിസബത്ത്. അമ്മ അറിയാത്ത കുടുംബക്കാരും ഇല്ല, അമ്മയെ വിളിക്കാത്ത കല്യാണവും ഇല്ല. അതൊക്കെ അങ്ങനെയാ. ദൈവത്തോടും മനുഷ്യരോടും എപ്പോഴും ഒരു സ്നേഹവും ബന്ധവും ഒക്കെ വച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. സമ്മതിച്ചേ. അമ്മ ചെല്ല്, ഞാൻ വരുന്നില്ല. എനിക്ക് നല്ല പണിയുണ്ട് അമ്മേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ജോണും ജെയിംസും നിൻ്റെ കൂടെ കല്യാണത്തിന് പോകാനല്ലേ വന്നത്? ഒന്ന് പോയി വേഗം റെഡിയായിക്കേ. അമ്മേ എനിക്ക് ശരി, ദാ വരുന്നു. നിങ്ങൾ വല്ലതും കഴിച്ചതാണോ മക്കളെ? കഴിച്ചതാണ് അമ്മേ. ഇവൻ എന്താണാവോ ഇത്ര പണി? ആർക്കറിയാം. എന്നാൽ കുറച്ച് ചായ കുടിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നതാ. അമ്മയുടെ ചായ ഏത് പാതിരാക്കി കിട്ടിയാലും കുടിക്കാം. ഞാൻ റെഡി. ആ മുടി ഒന്ന് ഒതുക്കി വയ്ക്കുക എൻ്റെ മോനെ. ദേ ഒതുക്കി, നമുക്ക് പോകാം. ഇനി ഞാനായി വഹിക്കുന്നില്ല. അമ്മയുടെ സ്ഥിരം കവർ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വേഗം ഇറങ്ങാൻ നോക്ക്. നിങ്ങൾ എത്തിയാ? ഫോട്ടോ ഒക്കെ എടുത്തല്ലോ അല്ലേ? ഒന്നിങ്ങ് വന്നേ. എന്താ എലിസബത്തെ? ആ ഇവന്റ് മാനേജർ പണി തന്നു. മോനൊന്നിങ്ങ് വന്നേ. ആൻറ്റി ആകെ പ്രശ്നത്തിലാണ്. നീ ഒന്ന് സഹായിച്ചേ. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അത് വേറെ ആരെങ്കിലും ശരിയാക്കിക്കൊള്ളും. ഇറ്റ്സ് നോട്ട് മൈ ടൈം ആൻഡ് പ്ലേസ്. ദേ ഇവനെല്ലാം ശരിയാക്കിക്കൊള്ളും. അവൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നീ ഇല്ലായിരുന്നെങ്കിൽ ബ്രോ, അത് മാസായിരുന്നു. ഇമ്മാനുവൽ, നീയാണ് ഹീറോ. നീ ഇല്ലായിരുന്നെങ്കിൽ കല്യാണം കുളമായേനെ. ഓസം മാൻ, ദാറ്റ് വാസ് റിയലി എ മിറാക്കിൾ. ഇന്ന് സംഭവിച്ചതിൻ്റെ റൂട്ട് കോസ് മനസ്സിലായോ? ശ്രദ്ധക്കുറവ്, അല്ലാതെന്താ? ChatGPT കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ ഭവിഷ്യത്ത്. 1+1 2 എന്ന് പറയാൻ കൂടെ ഇപ്പോൾ AI വേണം. നാച്ചുറലിൻ്റെ അത്ര എത്തില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്ത് പറഞ്ഞാലും ChatGPT, ജെമിനി ഇല്ലാത്ത AI ഒന്നുമില്ല. ഒരു വിരലനക്കാനോ ഒന്ന് ചിന്തിക്കാനോ മെനക്കെടാത്ത ഒരു ജനറേഷൻ. ദേ ആർ സക്കംബിങ് ടു ദ സ്ലേവറി ഓഫ് മെഷീൻസ്. ദിസ് AI is leading to nothing but Armageddon. ഒന്ന് സിമ്പിളായി പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒഴിവാക്കാമായിരുന്നു. മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള കഴിവിനെ കൂടെ ഇല്ലാതാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നാച്ചുറലായിട്ടുള്ള സ്വന്തം ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഒന്നും യൂസ് ചെയ്യാതെ ദിസ് ജനറേഷൻ ഈസ് മൂവിങ് ടുവേഴ്സ് എ കംപ്ലീറ്റ് ബ്രെയിൻ ഫ്രീസ്. ജാതിയും പ്രായഭേദവുമില്ലാതെ എല്ലാവരും ഇപ്പോൾ ഗെയിംസിനും മറ്റും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നുവെന്ന് പോലും അറിയുന്നില്ല. വി നീഡ് ടു ഡു സംതിങ്. മനുഷ്യരുടെ ചിന്താരീതികൾ മാറ്റി അവരെ രക്ഷയിലേക്ക് നയിക്കണം. I will teach them the law of this God-given beautiful life.
യെസ്, അത് അത്യാവശ്യമാണ്. ബട്ട് ഹൗ? എങ്ങനെ? ഡ്യൂഡ്, നിങ്ങൾ അവിടെ ചെയ്തത് വേറെ ലെവലാണ്. സൂപ്പർ ഓസം മിറക്കിൾ. സോറി, പരിചയപ്പെടുത്തിയില്ല. ഐ ആം ആൻഡ്രൂ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അപാരമാണ്. വൈ ഡോണ്ട് യു ട്രൈ എക്സ്പാൻഡിങ് ദിസ്? വാട്ട് ഡു യു മീൻ? ലൈക്ക് എ സ്റ്റാർട്ടപ്പ്? എക്സാക്ട്ലി. ഈ ജനറേഷന് ഏറ്റവും ആവശ്യം ക്രിയേറ്റീവായി ചിന്തിക്കാൻ ദൈവം കൊടുത്ത കഴിവുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. AI might be good. Yes, we can use it, but responsibly. It should never replace natural, God-given intelligence and creativity. We need to use the available resources and spread this to all. Technology should be helping us to improve ourselves and bring us towards God. അല്ലാതെ സ്വയം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ജനറേഷൻ ഉണ്ടാക്കുകയല്ല വേണ്ടത്. യെസ്, യു ആർ റൈറ്റ്. നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. Then only we will be able to complete our mission the way we envision it. ഗ്രേറ്റ് ഐഡിയ ബ്രോ, ഞങ്ങളുമുണ്ട് കൂടെ. സ്റ്റാർട്ടപ്പ് ചുമ്മാ അങ്ങ് സ്റ്റാർട്ടാവില്ലല്ലോ, നമുക്കൊരു ടീം വേണം. ആ ടേബിൾ ഒന്നിങ്ങ് പിടിച്ചിടൂ, ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. ഈ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എൻ്റെ ചേട്ടൻ സൈമൺ പീറ്റർ ABC കമ്പനിയിൽ ഓപ്പറേഷൻസ് ഡയറക്ടറാണ്. പുള്ളിയെ വേണേൽ ഇങ്ങോട്ട് ചാടിക്കാം. ഞാനിപ്പോൾ ഇമാനുവലെ പറ്റി സൈമണിനോട് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഹി വാസ് റിയലി ഇംപ്രസ്ഡ്. ഈ ഐഡിയ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് പോരുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ? ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. സ്റ്റാർട്ടപ്പിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് മാത്രമല്ലല്ലോ, മൊത്തം ഫിനാൻസ് മാനേജ്മെന്റ്, അത് ചില്ലറ പണിയല്ലല്ലോ. ഫിനാൻസ് മാനേജ്മെൻറ്റ്, നമ്മുടെ GST പ്രോജക്റ്റിൻ്റെ ഫിനാൻസ് ഡയറക്ടർ മാത്യു GST ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ ബിറ്റ്വീൻ ദ ജോബ്സ് ആണെന്ന് കേട്ടു. ഞാനൊന്ന് ട്രൈ ചെയ്യാം. കേട്ട പാതി ചേട്ടൻ റെഡി. ഹലോ, ഐ എം സൈമൺ പീറ്റർ. താങ്കളെക്കുറിച്ച് ആൻഡ്രൂ ഒരുപാട് പറഞ്ഞു. ഐ എം ഇംപ്രസ്ഡ്. ഇറ്റ് വുഡ് ബി എൻ ഓണർ ടു ബി പാർട്ട് ഓഫ് യുവർ ടീം. ഹലോ സൈമൺ പീറ്റർ, ഇറ്റ് ഈസ് അവർ പ്ലഷർ ടു ഹാവ് യു ജോയിനിങ് us. മാത്യു റെഡി, ഫുള്ളി എക്സൈറ്റഡ്. ദേ പറഞ്ഞ് നാവെടുത്തില്ല, ആൾ ഹാജർ. ഹായ് ഫ്രണ്ട്സ്, ഇത് ജൂഡ്. ഒരു ഇൻവെസ്റ്റർ മാഗ്നറ്റ് ആണ്. സ്റ്റാർട്ടപ്പ് അല്ലേ, ഇൻവെസ്റ്റർ ഇല്ലാതെ പറ്റില്ലല്ലോ. റൈറ്റ് ഓൺ ദ സ്പോട്ട്. ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചതേ ഉള്ളൂ. വെൽക്കം ജൂഡ്. സൂപ്പർ, നമ്മുടെ കോർ ടീം റെഡി. ഇനി നമ്മുടെ മിഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇംപ്ലിമെൻറ്റേഷൻ ടീമാണ് അത്യാവശ്യം. ഇന്നത്തെ ജനറേഷനിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിക്കാൻ അവരുടെ രീതിയിൽ ചിന്തിക്കണം. യൂട്യൂബ്, ഇൻസ്റ്റ, FB, ലിങ്ക്ഡിൻ, വാട്സപ്പ്, ഗൂഗിൾ ആൻഡ് മോറോവർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്. ഇതിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്താനല്ലേ നമ്മൾ ട്രൈ ചെയ്യുന്നത്? ആണ്. ആ മെസ്സേജ് അവരിലോട്ട് എത്തണ്ടേ? അതിന് അവർ ഉള്ളിടത്ത് പോയി അവരെ വിളിക്കണം. അത് പോയിന്റ്. അവർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവർ ഉള്ളിടത്ത് പോയി കൊണ്ടുവരണം. Agreed. Let's get more hands on deck. ജോൺ ആൻഡ് ആൻഡ്രൂ, നിങ്ങൾ പോയി ഇംപ്ലിമെൻറ്റേഷൻ ടീം സെറ്റപ്പ് ചെയ്യാനുള്ള വർക്ക് തുടങ്ങൂ. ലെറ്റ് us reach them where they are. നമ്മൾ എൻവിഷൻ ചെയ്ത സ്റ്റാർട്ടപ്പ് റെഡി ടു കിക്ക് ഓഫ്. സോഫ്റ്റ് ലോഞ്ചിനുള്ള എല്ലാ സെറ്റപ്പും റെഡി. ഇനാഗുറേറ്റ് ചെയ്യാനുള്ള ചീഫ് ഗസ്റ്റും റെഡി. ഞാൻ തന്നെ വേണോ? അമ്മയല്ലാതെ ഞാൻ ഇത് വേറെ ആരെ ഏൽപ്പിക്കും? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിർത്തിക്കേ. അതെ, നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചാലോ?
ആയിക്കോട്ടെ. ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. വി നീഡ് ടു മേക്ക് ഇറ്റ് എ ഗ്ലോബൽ എൻ്റർപ്രൈസ്. ദ മിഷൻ ഹാസ് ടു റീച്ച് എവറി കോർണർ ഓഫ് ദിസ് വേൾഡ്. പാറ പോലെ ഉറച്ച നിന്റെ വിശ്വാസം, ദാറ്റ് ഈസ് വാട്ട് ടേക്കൺ us ടു സെറ്റ് ദിസ് അപ്പ് സോ ഫാസ്റ്റ്. സൈമൺ പീറ്റർ, യു ഹാവ് ടു ബി ദ ഗ്ലോബൽ ഹെഡ് ഓഫ് ദിസ് എൻ്റർപ്രൈസ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ കൺട്രി വൈസ് ഓപ്പറേഷൻസ് ഏറ്റെടുക്കണം. തോമസ്, ഇന്ത്യയിലെ ഓപ്പറേഷൻ മനസ്സിലാക്കാൻ നിന്നേക്കാൾ ബെറ്റർ ആരുമില്ല. യു ആർ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യ ഓപ്പറേഷൻ ഹെഡ്. ഐ ആം റെഡി. ഇതെന്ത് കുന്തമാണ് നിന്റെ കയ്യിൽ? ആ, ഒരു വഴിക്ക് പോവല്ലേ, ഒരു ആയുധം കയ്യിൽ കരുതുന്നത് നല്ലതാ. അതിനെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. അവിടെ അമ്മച്ചിമാർ പോലും യൂറോപ്യൻ സ്റ്റൈലിലാണ് ഐഫോണൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വെപ്പൺ മതി. ഓക്കെ, ബൈ. ഇത് മാത്രം പോരാ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മിഷൻ ദൈവം തന്ന ക്രിയേറ്റിവിറ്റിയും ടാലൻസും വെച്ച് ഇനിയും തന്നെ പ്രോഗ്രാംസിലൂടെ ലോകമെമ്പാടും എത്തിക്കണം. അതിന് ഇനിയും കൂടുതൽ ആളുകൾ വേണം. ആരുണ്ട് എന്റെ കൂടെ? ഈ ടീം അപാരമാണ്. എന്നാൽ ഇതിന്റെ പിന്നിലെ ഹൃദയ തുടിപ്പുകൾ സാഹോദര്യത്തിന്റെ നൃത്തച്ചുവടുകളാക്കി മാറ്റിയ കൊച്ചനോടൊപ്പം അണിനിരുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഏറ്റവും ക്ഷമയോടും പ്രോത്സാഹനത്തോടും കൂടി ആസ്വദിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പ്രാദേശിക പ്രദേശത്തിനും സാന്ത്വനയുടെ വക ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്.